Hello guys, welcome to another episode of Nadan Roots USA. എമർജൻസി ലൈഫ് സ്റ്റോക്ക് ട്രെയിലർ റിപ്പയർ എല്ലാവരും കണ്ടെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും പ്രതീക്ഷിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ റിപ്പയറും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിപ്പയർ ആ ട്രെയിലറിൽ നടത്താമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ കുറച്ച് പഴകിയ ട്രെയിലറാണ്, അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് റിപ്പയേഴ്സ് ഉണ്ടായിരുന്നു. അത് ബേസിക്കായുള്ള റിപ്പയേഴ്സാണ്. പക്ഷേ എങ്കിൽ ഇത് ഒത്തിരി പഴക്കം ചെന്നത് കാരണം ഇത് പഴക്കത്തിൻ്റേതായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ട്രെയിലറിനുണ്ട്. എസ്പെഷ്യലി കുറേ സ്ഥലത്തൊക്കെ റസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മേടിച്ച ആൾ അദ്ദേഹം മേടിച്ച സമയത്ത് ഇതിലൊരു കോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പൊക്കത്തെല്ലാം റസ്റ്റ് ഇങ്ങനെ വന്നേക്കണോണ്ട് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. എസ്പെഷ്യലി ഇപ്പോൾ വിൻ്ററൊക്കെ വരാൻ പോവാണ്. അപ്പോൾ വിൻ്ററൊക്കെ വന്നതിന് മുന്നേ കുറച്ച് ടൈം നമുക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടി. കുറച്ച് ലെങ്തി ആയിരുന്നു, അതുകൊണ്ട് നമ്മളിത് 2 പാർട്സ് ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോട്ട്സ് എല്ലാം രണ്ടെണ്ണത്തിലും കാണിക്കാൻ പറ്റും. അങ്ങനെ വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഏകദേശം പ്രൈമർ അടിക്കുന്നതിൻ്റെ ഭാഗം വരെയും സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ പാർട്ടും കൂടെ കാണിച്ച് ഇവൻച്വലി നമുക്ക് ഫിനിഷും കൂടെ കാണിക്കാമെന്നുള്ളൊരു പ്ലാനാണ് ഉള്ളത്. എമർജൻസി ലൈഫ് സ്റ്റോക്ക് ട്രെയിലർ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിൽ ഫ്ലോറ് മാറ്റിയായിരുന്നു. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ഒരു കോട്ടിങ് അടിക്കാനുള്ള പ്ലാനാണ്. ബേസിക്കലി അവിടെയുള്ള ഡസ്റ്റെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് ഫസ്റ്റ്. അത് ചെയ്തതിന് ശേഷം നമുക്ക് ആ കോട്ടിങ് അടിക്കാമെന്ന് വിചാരിക്കുന്നു. ആ സമയത്താണ് നമ്മൾ വെതർ നോക്കിയപ്പോൾ അധികം താമസിയാതെ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടാകുമെന്ന് ഇൻഫോർമേഷൻ കിട്ടിയത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കോട്ടടിക്കുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് 24 hours ഡ്രൈ ആയി കിടക്കണം, എന്നാലാണ് നല്ലോട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ മഴ പെയ്യുന്നുള്ളൊരു പോസിബിലിറ്റി കൊണ്ട് നമ്മൾ അതിൻ്റെ വിൻഡോസ് എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുവാണ്. പെയിൻറ്റേഴ്സ് ടേപ്പാണ് ഉപയോഗിച്ചത്. പക്ഷേ അത് നല്ല എഫക്റ്റീവായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ടെങ്കിലും ഇത് ഇങ്ങനെ ഒട്ടിച്ചപ്പോഴേക്കും അകത്തേക്ക് അധികം കാറ്റും അടിക്കാതെ മഴയും വീഴാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട്. അത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അകത്തെ ജോലി റെസ്യൂം ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്ത് ഈ കവറിങ് ഇട്ടതിന് ശേഷം നമ്മൾ പെയിൻറ്റേഴ്സ് ടേപ്പ് അകത്ത് ഒട്ടിച്ചേക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ കോട്ടിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം സിംഗിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം അടുത്ത കോട്ടിങ് ഇവൻച്വലി ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നാണ് പ്ലാൻ. അകത്തെ കോട്ടിങ് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത് കൊണ്ട് ഫാമിൽ നിന്ന് ഇച്ചിരി മാറ്റിയാണ് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അന്നത്തെ ദിവസം നമ്മളത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടു. അടുത്ത ദിവസമാണ് നമ്മൾ അതിൽ പെയിൻറ്റ് റിമൂവ് ചെയ്യുന്ന ജോലി സ്റ്റാർട്ട് ചെയ്തത്. സാൻഡിങ് ചെയ്യുന്നതിന് മുന്നേ പുറത്തുള്ള എക്സ്ട്രാ കോട്ടിംഗ് പെയിൻറ്റ് നമ്മൾ മാനുവലി മാറ്റുന്നതാണിപ്പോൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഒരു മെഷീൻ വെച്ച് സാൻഡ് ബ്ലാസ്റ്റിങ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കവറിങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാൻഡിങ്ങിൽ ഒത്തിരി നേരം സമയം ചിലവഴിക്കേണ്ടി വരില്ല. ഇപ്പോൾ കാണുന്ന ആ മെഷീനിലാണ് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് സാൻഡ് ബ്ലാസ്റ്റിങ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി ഡസ്റ്റ് ഉണ്ടാവും. അതിൽ ഒബ്വിയസ്ലി ലെഡ് കണ്ടൻറ്റും ഉണ്ടാവും, കാരണം ഈ പെയിൻറ്റിൻ്റെ കൂടെ ലെഡ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വിചാരിച്ചാണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടിട്ട് നമ്മളിത് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്. ഇത് നമ്മൾ ഓണാക്കുമ്പോൾ ഒരു വൈബ്രേഷൻ വെച്ചാണ് ഇത് പെയിൻ്റ് എല്ലാം മെറ്റലിൽ നിന്ന് ഇളക്കി കളയുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് കാണാം സാൻഡ് ബ്ലാസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി നല്ല ഡീപ്പായിട്ട് ഇരിക്കുന്ന പെയിൻറ്റ് പാർട്ടിക്കിൾസ് എല്ലാം സെപ്പറേറ്റഡ് ആവാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം മാനുവലി പെയിൻ്റ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്നോളമാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ട്രെയിലർ ഫുള്ള് ഇതുപയോഗിച്ച് പെയിൻറ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഓൾമോസ്റ്റ് റിമൂവ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്.
ഇപ്പോൾ കാണുന്നത് നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം ഫൈനലി പ്രൈമർ ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ളൊരു ഷോട്ടാണ്. സാൻഡ് ബ്ലാസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചപ്പോൾ ഒത്തിരി റസ്റ്റും അതെല്ലാം സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. സാൻഡ് ബ്ലാസ്റ്റിങ്ങിന് ശേഷം നമ്മൾ യൂഷ്വൽ പ്രൈമർ ഉപയോഗിക്കുന്നതിന് പകരം ഒരു 2-in-1 പ്രൈമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് റസ്റ്റിനെ കൺവേർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിനും തരത്തിലുള്ള ഒരു പ്രത്യേക തരം കോട്ടിംഗാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഇത് ചെയ്ത് നമ്മളൊരു 24 hours വെയിറ്റ് ചെയ്യണം ഇത് നല്ലതായിട്ട് അബ്സോർബ്ഡ് ആവാനായിട്ട്. പെയിൻറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സെക്കൻഡ് ഫേസ് നമ്മൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈസ്.